ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണും. ഇനി ഒരു ഡൗട്ട് ഉണ്ട്, എങ്ങനെയാണ് ഓയിലി സ്കിൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം. നിങ്ങളുടെ മുഖം എപ്പോഴും ഓയിലി ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് ഒരു ഫേസ് വാഷ് ഇട്ട് കഴുകിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും മുഖം ഇങ്ങനെ ഷൈൻ ചെയ്ത് വരുന്നുണ്ടാവും. ഓയിൽ വരുമ്പോഴാണ് അങ്ങനെ മുഖത്ത് ഷൈനിങ് ഉണ്ടാവും. ഈ പിമ്പിൾസ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്, ബ്ലാക്ക് ഹെഡ് എന്നിവയൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഓയിലി സ്കിൻ എങ്ങനെയൊക്കെ കെയർ ചെയ്യാം, ഡെയിലി സ്കിൻ കെയർ റൂട്ടീൻസ് ഒക്കെ എന്താണ്, ചില പേര് ചെയ്യണ കോമൺ മിസ്റ്റേക്സ് ഒക്കെ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ഓയിലി സ്കിൻ എന്നറിയാം. ഓക്കെ, അപ്പം നമ്മുടെ സ്കിന്നിൽ നേച്ചുറലായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണ ഒരു ഗ്ലാൻഡ് ഉണ്ട്. അതിൻ്റെ പേരാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. അപ്പോൾ ഈ ഗ്ലാൻഡ് ചിലവരുടെ സ്കിന്നിൽ ആവശ്യത്തിലധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരാളുടെ സ്കിന്ന് ഓയിലി ആയിട്ട് മാറുന്നത്. അപ്പം ഇതിനൊക്കെ കാരണം ചിലപ്പോൾ ജനറ്റിക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസ് ആവാം, അല്ലെങ്കിൽ സ്ട്രെസ് ആകാം, അതും അല്ലെങ്കിൽ ചില പ്രൊഡക്ട്സ്, തെറ്റായ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഈ ഓയിലി സ്കിൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, അതൊരു സ്കിൻ ടൈപ്പ് മാത്രമാണ് കേട്ടോ. ഇനി ഓയിലി സ്കിന്നുകാരുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ നോക്കാം. രാവിലെ എഴുന്നേറ്റ ഉടൻ ജെന്റിൽ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകുക. സാലിസിലിക് ആസിഡ് ഉള്ള ഫേസ് വാഷുകൾ ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കര ബെറ്റർ ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓയിൽ നന്നായിട്ട് നീക്കം ചെയ്യാനും, അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിൽ പോഴ്സ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വൃത്തിയാക്കാനും, ആഴത്തിൽ ഇറങ്ങി ചെന്ന് വൃത്തിയാക്കാനും സഹായിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ടോണറാണ്. ആൽക്കഹോൾ ഫ്രീ ഉള്ള ടോണറൊക്കെ യൂസ് ചെയ്യണത് കുറച്ചും കൂടി ഫേസ് ഫ്രഷ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പം കൂടുതൽ ഓയിലി ആവോ അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണ ഉള്ളവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരുന്നാലാണ് നമുക്ക് കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുക സ്കിന്നിൽ. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ഉള്ളവർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ മസ്റ്റ് ആണ്. സൺസ്ക്രീൻ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. SPF 30 ഉള്ള അല്ലെങ്കിൽ SPF 50 ഉള്ള സൺസ്ക്രീന് സ്കിപ്പ് ചെയ്യാണ്ട് ഡെയിലി ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഓയിലി സ്കിൻ എന്ന് മനസ്സിലാക്കി, ഓയിലി സ്കിന്നുകാർക്ക് വേണ്ട മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ മനസ്സിലാക്കി. അടുത്തത് അത്രയും തന്നെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതായത് രാവിലെ തൊട്ട് നമ്മുടെ മുഖത്ത് ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഡസ്റ്റ്, പിന്നെ ഓയില്, അതുമാത്രമല്ല സൺസ്ക്രീൻ, ഇതൊക്കെ റിമൂവ് കളയേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് ആവശ്യമെങ്കിൽ നിയാസിനമൈഡ് പോലുള്ള സിറംസ് യൂസ് ചെയ്യാം കേട്ടോ നൈറ്റിൽ ഓയിലി സ്കിന്നുകാർക്ക്. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സമാധാനമായിട്ട് ഉറങ്ങുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാണ് നമ്മുടെ സ്കിന്ന് കൂടുതൽ റിപ്പയർ ആവുന്നത്. അപ്പം രാത്രി മുഖം നല്ല ക്ലീൻ ആയിട്ടും ഫ്രഷ് ആയിട്ടും, അതുമാത്രമല്ല നമ്മൾ സമാധാനമായിട്ട് ഉറങ്ങും വേണം കേട്ടോ. അടുത്തതായിട്ട് ഓയിലി സ്കിന്നുകാർ ഒഴിവാക്കേണ്ട ചില മിസ്റ്റേക്കുകൾ കാണാം. ഫസ്റ്റ് വൺ, ഒരു ദിവസത്തിൽ പലതവണ ഫേസ് വാഷ് ഇട്ട് കഴുകണം. ഇങ്ങനെ ചെയ്യുന്നത് സ്കിന്ന് ഡ്രൈ ആക്കും ചെയ്യും. അതുമാത്രമല്ല ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും കാരണമാകും. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ് ഡെയിലി യൂസ് ചെയ്യണത്. ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്ക്രബ് വീക്ക്ലി ട്വൈസ് ആണ് യൂസ് ചെയ്യേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഡെയിലി സ്ക്രബിങ് ചെയ്യരുത്. അടുത്തത് ഹെവി ഓയിലി ക്രീമുകൾ യൂസ് ചെയ്യണം. നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഓൾറെഡി ഓയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഓയിൽ കണ്ടന്റ് കൂടുതലുള്ള ക്രീമുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഓയിലി ആയിരിക്കും. അപ്പം ഓയിൽ കണ്ടന്റുള്ള ക്രീമുകൾ ഒഴിവാക്കാം കേട്ടോ. നാലാമത്തെ വന്നിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാണ്ട് കിടന്നുറങ്ങണത് ഒരിക്കലും ചെയ്യരുത്. മേക്കപ്പ് റിമൂവ് ചെയ്തിട്ടേ ഉറങ്ങാവൂ. നമ്മുടെ സ്കിന്ന് ക്ലീൻ ആക്കി വെക്കണം. അഞ്ചാമത്തെ കാര്യം എന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിമ്പിൾസ് അമർത്തി പൊട്ടിക്കുന്നുണ്ട്. അതിൽ ഞാൻ കണ്ടിട്ട് ലേറ്റിൽ വെച്ചിട്ട് ഈ പിമ്പിൾസ് അമർത്തി പൊട്ടിക്കാൻ ഏറ്റവും വലിയ രാജാവാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. പുള്ളി മുഖത്തോ അല്ലെങ്കിൽ സ്കിന്നിലോ മീൻസ് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ചെറിയ കുരുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ, പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞെക്കി പൊട്ടിച്ച് കളയും. ഞാൻ 100 വട്ടം പറയും അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സ്കാർസ് വരാനും പിന്നെ കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കാനും കാരണമാവും.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് കോമൺ മിസ്റ്റേക്സുകൾ. നെക്സ്റ്റ് ബോണസ് ടിപ്സ് ആണ്. അത് എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ബോണസ് ടിപ്സിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. ഇത് ആർക്കും അറിയാത്ത കേസല്ല, എപ്പോഴും പറയുന്നതാണ്. നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബെറ്റർ വെള്ളം തന്നെയാണ്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതൽ ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ്, അതൊക്കെ ഒഴിവാക്കുക കേട്ടോ. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പില്ലോ കവർ ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റുക. അടുത്തത് വന്നിട്ട് മൊബൈൽ കവർ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ കവർ ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈലിൽ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെയാണ് വെക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഫോണിൻ്റെ ഭാഗം ഫേസിൽ ടച്ച് ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് ഡസ്റ്റ് കടന്നിട്ട് നമുക്ക് അവിടെ പിമ്പിൾസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മൊബൈൽ കവർ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ലാസ്റ്റ് വേണ്ട എന്താണെന്ന് വെച്ചാൽ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് കൈവയ്ക്കുന്ന ശീലം ഉണ്ടല്ലോ, ഞാനത് ഒരുവിധം എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് കൈവയ്ക്കുന്ന ശീലം ഒഴിവാക്കുക. ഇതൊന്നും കൂടാണ്ട് തന്നെ നല്ല ഉറക്കവും കുറവ് സ്ട്രെസ്സും എല്ലാം നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗൈസ്, ഓയിലി സ്കിന്ന് മാനേജ് ചെയ്യാനുള്ള സീക്രട്ട് വളരെ സിമ്പിളാണ്. ഒരു നല്ല സ്കിൻ കെയർ റൂട്ടീൻ, ശരിയായ പ്രൊഡക്ട്സ്, കൂടാതെ കോൺസിസ്റ്റൻസി, ഇത് മൂന്നും നമ്മുടെ ഓയിലി സ്കിന്ന് മാനേജ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഈ 3 കാര്യങ്ങളും കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഓയിലി സ്കിന്ന് നമുക്ക് പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും.